അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബയുടെയും ഷമ്മാസിൻ്റെയും വിവാഹക്കാര്യം ഏറെക്കുറെ ഉറപ്പായി തുടങ്ങി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വരൽ, വീട്ടുകാർ തമ്മിൽ പരിചയപ്പെടൽ, ഇനി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുവാനുള്ളത്. ഷമ്മാസിൻ്റെയും നുസൈബയുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിയുന്ന നിമിഷങ്ങൾ. നുസൈബയുടെ ഉപ്പ ഉമ്മയോട് പറഞ്ഞു, എടീ എന്തിക്കാ നമ്മളെ പെരയും കൂടിയൊക്കെ കണ്ടാൽ ഓൽക്ക് പറ്റുമെന്നാവോ? ചെക്കനേത് മൊബൈൽ ഷോപ്പിൻ്റെ മുതലാളിയാണെന്നോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേട്ടത്. നമ്മളെ ഈ ഓടിട്ട പെരയും നമ്മളെ മെറ്റൊക്കെ കണ്ടാൽ എന്താപ്പോ ആകെ പൊട്ടി പൊളിഞ്ഞ് പറ്റങ്ങോട്ട് അയക്കണ്. ഇനിയിപ്പോൾ ഇതിമ്മ പണിയെടുക്കുകയെന്ന് വെച്ചാൽ ഒന്ന് പെയിൻറ്റിങ്ങിലും അടിച്ചിടല്ലേ. ഇക്ക നിങ്ങളിപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. ആദ്യം പെണ്ണിനൊക്കെ വന്ന് ഇവിടെയൊക്കെ വന്ന് ഓല് ഇഷ്ടപ്പെട്ട് പോയിക്കോട്ടെ, എന്നിട്ട് മതി. മറ്റേത് നമ്മളിപ്പോൾ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ടെന്ന് വിചാരിച്ച് കണ്ട് നമ്മളെ പെര അങ്ങനെയാണ് മൊഞ്ചാക്കിയിട്ടേ പിന്നെ പറ്റാതെ പോയാലും നമ്മളെ വീടൊക്കെ പറ്റാതെ പോയാലൊക്കെ പിന്നെ ഇപ്പോൾ വെറുതെ എന്തിനാ? ഓല് വന്നോട്ടെ, എന്തായാലും ഓളെ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നൊക്കെയല്ലേ പറഞ്ഞ് കേട്ടത്. എന്തായാലും ഇവിടെ വന്നിട്ട് ഓല് വീടും ഒക്കെ കണ്ട് നമ്മളെ സ്ഥലമൊക്കെ അറിയില്ലേ, ഈ കുറഞ്ഞ സെൻറ്റിൽ 5-6 സെൻറ്റിലൊരു വീടാണ്. ഇത് ഓല് കണ്ടോട്ടെ, നമ്മളെ വീടും കണ്ടോട്ടെ, പെണ്ണിനെയും കണ്ടോട്ടെ. എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് കല്യാണമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെരയും കൂടിയൊക്കെ ഒന്ന് ഉഷാറാക്കാം. ഒന്നുമല്ല, ഒന്നാണ് പെയിൻ്റ് അടിച്ചാൽ അല്ലേ? അതന്നെ, അല്ലാതെ പെര വാർക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയൂല കേട്ടോ. പൊന്നാരിക്ക ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഓടുംപരി പാർക്കണ പെൺകുട്ടിയൊക്കെ എന്താ പുതിയ പിള്ളേരെ കിട്ടൂലേ? കിട്ടായിട്ടല്ലടി, എന്നാലും ഇപ്പോൾ കാണാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോഴേ എനിക്കൊരു ബേജാറ്. അത് സാരല്ല, നമ്മളെ വീട് എങ്ങനെയാണെങ്കിലും നമ്മളെ കുട്ടീനെ കാണാൻ മൊഞ്ചുണ്ടല്ലോ, അൽഹംദുലില്ലാ, അത് മതി. അതന്നെ പഠിച്ചോന്ന് തന്നിട്ട് നിയമത്തല്ലേ. എന്നാലും തൊടും മിറ്റൊക്കെ ഒന്ന് അടിച്ചു വരി നന്നാക്കി പുല്ലൊക്കെ പറിച്ചേ ഒന്ന് വൃത്തിയിലങ്ങ് നിന്നോട്ടെ. വന്ന് കാണുന്നവർക്ക് ഒരു ഇതുണ്ടാവില്ല. അതും പെണ്ണുങ്ങളൊക്കെ വരുമ്പോഴാണ് പേടി. ആണുങ്ങളാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ പെണ്ണുങ്ങളൊക്കെ കണ്ടുപിടിക്കും. വീടും പരിസരവും ബാത്റൂമും അടക്കളയും ഒക്കെ പോയി നോക്കും. അങ്ങനെ ഉണ്ട്. പിന്നെ പോരാത്തിനേ കുട്ടികളെ ബാക്കിൽ കൂടെ പോയിട്ട് മുടി പിടിച്ച് നോക്കും എത്ര ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു. കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും നോക്കും, കണ്ണിനുണ്ടാവും നോക്കും. നമ്മളെ മോള് പറഞ്ഞാൽ ഹിജാബൊക്കെ ഇട്ട് പോകണല്ലേ, അപ്പോൾ പിന്നെ ഓൽക്കൊരു സംശയം ഉണ്ടാവുമേ. കാരണം ഇങ്ങനെ നടക്കുന്ന കുട്ടികൾ എന്തെങ്കിലും അംഗവൈകല്യമുള്ളവരോ എന്തെങ്കിലും കുഴപ്പമുള്ളവരോ ആണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അതൊക്കെ ഓല് കണ്ടുപിടിക്കാൻ വേണ്ടി ചുറ്റോടിട്ട് നടന്നൊക്കെ അങ്ങനെ നോക്കും. ചിലർ നടത്തിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. കാര്യമായിട്ട് ഈ നാത്തൂമാരൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യൽ. എങ്ങനത്തോലാന്നാവും പഠിച്ചോനെ. നുസ്രത്തെ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഈ ആലോചിക്കണ്ട. നമ്മളെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പം എന്താ, പിന്നെ നമ്മളെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചുള്ള ചെറിയൊരു ഓട് വീട് അതേ നമുക്കുള്ളൂ. നമ്മളെ സമ്പാദ്യം തന്നെ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. പറ്റണോല് കണ്ടുപോയിക്കോട്ടെ, എന്നിട്ട് അതിനനുസരിച്ച് മതി കല്യാണം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ നമ്മളെ കുട്ടി പഠിച്ചോട്ടെ. അല്ലെങ്കിലും എക്സാം കഴിഞ്ഞിട്ടല്ലേ എന്തായാലും കല്യാണമൊക്കെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നിക്കാഹ് കഴിച്ചിട്ടാണെങ്കിലും 2 ആഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓൾക്ക് എല്ലാം കൂടി ടെൻഷനായിരിക്കും. ആയിക്കോട്ടെ, അതൊക്കെ ഉള്ള ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. നമുക്ക് ചോദിച്ച് നോക്കാം ഓരോട്. കാരണം ആണിൻ്റെ കൂട്ടക്കാരല്ലേ, നമ്മളൊന്ന് ബഹുമാനിക്കണമല്ലോ. അല്ല, നിങ്ങൾ റഹീമിനോട് പറഞ്ഞില്ലേ വിളിച്ച് പറയാൻ സമ്മതമാണെന്നൊക്കെ വരാൻ? ഓന് വിളിച്ച് പറഞ്ഞോളൂ. അത് പറഞ്ഞിക്കണോ അറിയില്ല. പഠിച്ചോനെ, ഹയറാണെങ്കിൽ ഉണ്ടാകട്ടെ, ഷെറാണെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോട്ടെ, അതേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു പെടൽ നമ്മൾ പെട്ടതാണ്. ഇനിയും അങ്ങനെ പെട്ടാലേ നമ്മളെ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വരും. എന്നാൽ ഈ സമയം അനിയൻ റഹീം ഉസ്താദിനെ വിളിക്കുകയായിരുന്നു. ഹലോ, നിങ്ങൾ കല്യാണക്കാരും ചോദിച്ചില്ലായിരുന്നോ? കുട്ടീൻ്റെ എളാപ്പണ് ഞാൻ. എന്തായി, നിങ്ങൾ വീട്ടുകാരോട് പറഞ്ഞോ? വീട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞു. ഓല് പറഞ്ഞു ഓല് കാണാനുള്ളവർ വന്നോട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, എന്തപ്പോൾ ചെക്കനിപ്പോൾ എങ്ങനെയാണിപ്പോൾ? അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയൊന്നുമില്ല. എന്നാലും അതെ, ചെക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം നല്ല അഭിപ്രായം തന്നെയാണ്. ഞാനിപ്പോൾ ഓന ഗൾഫിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഞാനിവിടെ കാണൽ തുടങ്ങിയതാണ് ഓനെ. ഒന്നും പറയാനില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അന്വേഷിക്കാൻ വന്നോളേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഓൻ്റെ ഷോപ്പിൻ്റെ അടുത്തോ അവിടെ പോവുക, അല്ലെങ്കിൽ ഇവിടെ നാട്ടിലോ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളേ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആയിരിക്കും ഒന്നും കൂടി നല്ലത്. നമ്മൾ ഈ ഫോണിൽ കൂടെ സംസാരിക്കണേക്കാളും നല്ലത് ഒന്ന് നേരിട്ട് വന്ന് അന്വേഷിക്കാൻ ആയിരിക്കും. എന്നാൽ നിങ്ങൾ അഡ്രസ്സ് ഒന്ന് തന്നാലേ ഞങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരാം. അങ്ങനെ ഷമ്മാസിനോട് ചോദിച്ച് അഡ്രസ്സ് ഉസ്താദ് എളാപ്പാക്ക് കൈമാറുന്നു.
എന്നാൽ ഞങ്ങൾ ടൈം ഉണ്ടാവുന്നതിനനുസരിച്ച് വരാം കേട്ടോ. എന്തായാലും ഇപ്പം നമുക്കിപ്പോൾ ഒരു വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ എന്നാൽ ശരി. അങ്ങനെ അതാ നുസൈബയുടെ എളാപ്പ ഉപ്പാക്ക് വിളിച്ചു പറയുന്നു, ഇക്കാക്ക അഡ്രസ്സ് കിട്ടിയിരിക്കണ്, ഇത് സംഭവം പുലിവാലാകാഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തടാ, എന്താ റഹീമ ഈ പറഞ്ഞത്? എന്തു പറ്റി? അതല്ലേ, നമ്മളെ നുസൈബ മോളെ ആദ്യം വിവാഹം കഴിച്ച ആ സ്ഥലത്തേക്ക് തന്നെയാണ് ഇത് കേട്ടോ. അയൽവാസികളൊന്നും ആകാഞ്ഞാൽ മതിയായിരുന്നു. അയൽവാസികളൊക്കെ ആയാലോ, ഇനി ഫാമിലിയാണ് അതും അറിയില്ല. എന്തായാലും സ്ഥലം അവിടെ തന്നെയാണ്, അതെനിക്ക് മനസ്സിലായി. ഒരു നിമിഷം ഉപ്പ ഞെട്ടിപ്പോയി. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടീനെ സമാധാനക്കേട്ടിലാക്കുമോ ആ ഫൈസൽ? അവിടെ എൻ്റെ കുട്ടിക്കൊരു സുഖജീവിതം ഉണ്ടാകണമെങ്കിൽ അതും ഇക്കാക്ക അത്ര അടുത്താവാനൊന്നും ചാൻസ് ഇല്ല, എന്നാലും സ്ഥലം ആ ഭാഗത്തൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ദൂരമൊക്കെ വരുമല്ലോ. എന്തായാലും വേണ്ടിയില്ല, ഞാനൊന്ന് വൈകുന്നേരം പോയോക്കട്ടെ കേട്ടോ, അതിനനുസരിച്ച് ചെയ്യാം. മോനെ എല്ലാം ശരിക്കും നോക്കിക്കൊണ്ടിട്ടോ. അങ്ങനെ അതാ വൈകുന്നേരം നുസൈബയുടെ എളാപ്പ റഹീം പുറപ്പെടുന്നു. അഡ്രസ്സ് അനുസരിച്ച് നോക്കിയപ്പോൾ ശരിക്കും അതെ, നുസൈബയെ കെട്ടിച്ച അവിടെ തന്നെയാണ് എളാപ്പ എത്തിയത്. എളാപ്പ കൂടുതലൊന്നും അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും ആദ്യ വിവാഹകാര്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയതായിരുന്നു. പിന്നീട് അവരത്ര വലിയൊരു ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഭാഗം അത്ര ക്ലിയറായിട്ട് ഓർമ്മയില്ലായിരുന്നു. എങ്കിലും എളാപ്പാക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. ഇവിടെ എവിടെയോ ആണ് അവരുടെ വീട്, അതെനിക്ക് ഓർമ്മയുണ്ട്. പഠിച്ചോനെ, എൻ്റെ കുട്ടി ഇനിയും വരുന്നത് ഇവിടേക്ക് തന്നെയാണോ, ഈ ഭാഗത്തേക്ക്? ഇനിയിപ്പോൾ മറ്റോനും ഇവളെ കണ്ടാൽ, ഇവർ സുഖമായി ജീവിക്കണ കണ്ടാൽ ജീവിക്കാൻ സമ്മതിക്കുമോ ആവോ? എന്താ അറിയില്ല. ഇക്കാക്കയോടൊന്ന് വിളിച്ച് പറയട്ടെ. ഇക്കാക്ക, അത് പിന്നെ നമ്മളെ മോൾ ആദ്യം കെട്ടിച്ച ആ ഭാഗം തന്നെയാണ് ഏകദേശം കേട്ടോ ഇതും. ഇതിനിപ്പോൾ എനിക്കൊരു പേടി പ്രശ്നമാവോ എന്നുള്ളതാണ്. പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നുമല്ല, അല്ല ഇവർ സുഖമായി ജീവിക്കുമ്പോഴേ അസൂയോണ്ടൊക്കെ ഒന്നും കാട്ടാനും മടിക്കൂലല്ലോ. അതുകൊണ്ട് നമുക്കിത് വേണോ? നമുക്ക് വേറെ ഏതേ ഭാഗത്തേക്ക് നോക്കിയാൽ പോരെ? എന്തിനാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് തന്നെ? ഒരു പ്രാവശ്യം നമ്മളിവിടെ വന്ന് പെട്ടതാണ്, മറ്റു വല്ലതും ആലോചിച്ചാലേ നമുക്ക് അതല്ല നല്ലത്. എനിക്കെന്താ അറിയില്ല, മനസ്സൊക്കെ വല്ലാത്തൊരു ടെൻഷന്. കാരണം നമ്മളെ കുട്ടി കുറേ കണ്ണീര് കുടിച്ച സ്ഥലമാണിത്. ഈ ഭാഗത്തേക്ക് തന്നെ വീണ്ടും നമ്മൾ എത്തിപ്പെടുക എന്ന് വെച്ചാൽ അത് എനിക്കെന്താ അറിയില്ല, ഒരിടങ്ങാറ്. മോനെ, പഠിച്ചോൻ വിധിച്ചതല്ലടാ നമുക്ക് കിട്ടുള്ളൂ. ഹയറാണെങ്കിൽ നടക്കട്ടെ, ഷെറാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ. എന്നാലും എൻ്റെ കുട്ടി ഒന്ന് രണ്ടാളോടൊന്ന് ചോദിച്ചു നോക്ക് കേട്ടോ. എവിടെ പോയി ചോദിക്കും? പള്ളിയിലൊന്ന് ചോദിച്ചാലോ? അപ്പോഴേക്കും ഇതാ തൊട്ടടുത്ത് കൂടി ഒരാൾ കടന്നു പോകുന്നു. അല്ല, ഈ ഷമ്മാസ് എന്ന് പറയുന്ന ആളെ വീട് അതവിടെ കുറച്ച് അപ്പുറത്താണ്. അല്ല, അവരെ കുറിച്ച് എന്താ അഭിപ്രായം? എന്തേ, കല്യാണാലോചനയാണോ? ആഹാ, അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പിശകാണ്. എന്ന് വെച്ചാൽ ഓനെ മോശമല്ല, ഓൻ്റെ വീട്ടുകാർ ചില ആൾക്കാർ കുറച്ചൊരു ഇതുണ്ട്, ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓനാൾ ഡീസൻ്റാണ്, ഓന് കുഴപ്പമില്ല. ഷമ്മാസിനെ കുറിച്ച് അങ്ങനെയാണ് അഭിപ്രായം കിട്ടിയത്. എന്നാൽ വീട്ടുകാരെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല അവിടുത്തെ നാട്ടുകാർക്കുള്ളത്. എന്തായാലും വേണ്ടിയില്ല, പള്ളിത്തെ ഉസ്താദിനോടും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. നുസൈബയുടെ എളാപ്പ അതാ പള്ളിയിലേക്ക് കയറി പോകുന്നു. എന്തായാലും നിസ്കരിച്ചിട്ട് ഇറങ്ങാമെന്നും കരുതി. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇമാമ് നിന്ന ഉസ്താദിനെ ഒന്ന് റഹീം പരിചയപ്പെടാൻ നോക്കി. എൻ്റെ പേര് റഹീമാണ്, ഞാൻ കുറച്ച് അപ്പുറത്തുനിന്ന് വരികയാണ്. എന്തേ? അതല്ലേ, ഞാനൊരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനൊരു ആലോചന വന്നിരുന്നു അങ്ങട്ടെ. ഷമ്മാസ് എന്നാണ് പേര്. ആ ഒരു ഷമ്മാസ് എന്നുള്ള പേരുള്ള ആളെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് അഭിപ്രായം എന്താണ്? ഞാൻ ഇപ്പോൾ ഒരാളോട് ചോദിച്ചു, അവർ പറഞ്ഞു ചെക്കൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വീട്ടുകാരുടെ കാര്യത്തിൽ അത്ര തൃപ്തി വലിയ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയുമല്ലോ അല്ലേ? മാഷാ അല്ലാ, ഷമ്മാസിൻ്റെ വിവാഹാലോചനയുമായി വന്നതാണോ? ഉസ്താദ്, ഞാനാണ് നിങ്ങൾക്ക് വിളിച്ചത് എന്നുള്ള കാര്യം അപ്പോഴൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോൾ അത് പറയണ്ട, അത് മോശമല്ലേ. ഇനിയിപ്പോൾ വീട്ടിലാരും അന്വേഷിക്കാനും പറയാനൊന്നും ഇല്ലേ എന്ന് വിചാരിക്കണ്ട എന്ന് കരുതിയിട്ട് ഉസ്താദ് പറഞ്ഞു. ഷമ്മാസിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. 100% സത്യവിശ്വാസിയായ ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ എനിക്കറിയില്ല. കാരണം ഇങ്ങോട്ട് ആ ടൈമിന് സുബഹിക്ക് ജമാഅത്തിന് വേണ്ടി ഫസ്റ്റിലെ സൊഫിലേക്ക് എത്തുന്നത് അവനായിരിക്കും ആദ്യം.
എല്ലാം കഴിഞ്ഞ് ദ്വായം കഴിഞ്ഞ് ഉപ്പ മരിച്ചു കിടക്കുകയാണ്. ഉപ്പയുടെ ഖബറിങ്ങിൽ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ അത്രക്കും നല്ല രീതിയിൽ നല്ലൊരു മോനാണ് അവന് എല്ലാം കൊണ്ടും. കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാഴ്ചപ്പാടിൽ അത്രക്കും എന്താ പറയുക, ഒരു ദീനീ സ്നേഹിയായ ആൾ. പിന്നെ എല്ലാം ഉണ്ട്, കാണാനുള്ള ഭംഗിയുണ്ട്. അതുമാത്രമല്ല എല്ലാവരോടുള്ള പെരുമാറ്റവും പ്രായമായ ആൾക്കാരോടൊക്കെയുള്ള പെരുമാറ്റം അത്രക്കൊരു നമുക്കൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികളോട് ഒക്കെ നല്ല സ്നേഹത്തിലൊരു പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ നല്ല എല്ലാം കൊണ്ടും നല്ലതാണ്. ഞാൻ കളവ് പറയാമെന്ന് വിചാരിക്കരുത്. കാരണം എൻ്റെ ഒരു പരിചയത്തിൽ ഇങ്ങോട്ട് വരുന്നൊരിതല്ലേ നമുക്കറിയുള്ളൂ. ആ ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഓനെക്കുറിച്ചൊരു നെഗറ്റീവും പറയാനില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് എന്നോട് നിങ്ങൾ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് വിചാരിക്കണ്ട. ഈ പള്ളിയിൽ വരുന്നവരോടോ അല്ലെങ്കിൽ പുറത്ത് ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഷോപ്പുകൾ ഉണ്ടാവും, അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിക്കോളി അവൻ്റെ ഇത്. ഇനിയിപ്പോൾ അതല്ല അവൻ്റെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഷോപ്പ് നിൽക്കുന്നത് അവിടെ പോയിട്ട് അന്വേഷിച്ചാലും മതി. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം നടത്താൻ നോക്കിക്കോളി. പക്ഷേ നിങ്ങളെ മോളെ കല്യാണം കഴിച്ചൊന്ന് വിചാരിച്ചിട്ട് ഒരു നഷ്ടം വരൂല കേട്ടോ. അത്രക്കും നല്ലൊരു മോനാണത്. അങ്ങനത്തെ ആൺകുട്ടികൾ ഈ കാലത്ത് കിട്ടാൻ പ്രയാസമാണ്. ആ വാക്കുകളെല്ലാം കേട്ട് എളാപ്പ അതാ ശരിക്കും അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ, എൻ്റെ മോള് കണ്ടുപിടിച്ച കുട്ടി ഇത്രയ്ക്കും നല്ല ആളായിരുന്നോ? എങ്ങനെ ഇത് കിട്ടി എനിക്കറിയുന്നില്ല. എന്നാൽ ശരി ഉസ്താദേ, നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും. നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ. ഒരു കുഴപ്പമില്ല കേട്ടോ, എനിക്കൊന്നും പറയാനില്ല. ഉസ്താദിന് മനസ്സിലായി. അതെ, ആ വിവാഹാലോചന തന്നെയാണ് ഷമ്മാസ് തന്നോട് പറഞ്ഞ ഹിജാബി. ആ ഹിജാബിയുടെ ബന്ധു തന്നെയാണ് ഇതെന്ന് മനസ്സിലായി. എന്നാൽ ഷോപ്പിലേക്ക് പോകാമെന്ന് എളാപ്പയും വിചാരിച്ചു. ഷോപ്പിലേക്ക് പോകണ്ട, തൊട്ടടുത്തുള്ള ഷോപ്പുകളിലൊന്ന് പോയി അന്വേഷിച്ച് ഒന്ന് കാര്യങ്ങളൊന്ന് കണ്ടെത്തിയാലേ നമുക്ക് സമാധാനത്തിൽ കെട്ടിച്ച് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എത്ര വീട്ടുകാർ മോശമായാലും നന്നായാലും കെട്ടിയ ആണുങ്ങൾ നന്നായില്ലെങ്കിൽ ആ കുട്ടീൻ്റെ ജീവിതം പിന്നെ കട്ടപ്പുകയായിരിക്കും. കെട്ടിയ ആണുങ്ങൾ നന്നായാൽ ആ കുട്ടിയുടെ ജീവിതം നല്ല രീതിയിലാവും. ഒരുപാട് സ്വത്തും മുതലും വീടും ബംഗ്ലാവും ഒന്നും വേണമെന്നില്ല. സ്നേഹമുള്ളൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഏത് ചെറ്റ കുടിലാണെങ്കിലും സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങാം. അതാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത്. എൻ്റെ കുട്ടിക്ക് നല്ലൊരു ഹയറായ പുതിയാപ്പളിനെ കിട്ടിയാൽ അൽഹംദുലില്ലാ വല്ലാത്ത റാഹത്താണ് മനസ്സിന്. ഒന്നെന്നെ അങ്ങനെ ആയിപ്പോയി. അയാൾ പള്ളിയിൽ നിന്ന് നടന്നകന്ന് പിന്നീട് അതാ ഷമ്മാസിൻ്റെ ഷോപ്പിലേക്ക് വണ്ടിയിൽ കയറുന്നു. ഓട്ടോറിക്ഷക്കാരനോട് അയാൾ പറഞ്ഞു, ഐഷാസ് മൊബൈൽസ് എന്നാണ് പേര്. പക്ഷേ അങ്ങോട്ട് എത്തണ്ട, കുറച്ച് മുന്നിലായിട്ട്. ആ, അമ്മാസിൻ്റെ അടുത്തേക്കാണോ? ആ, എന്താ മൊബൈൽ എങ്ങാനും വാങ്ങാൻ ഷോപ്പിൽ പോവുകയാണോ? ഹേയ്, അതൊന്നുമല്ല. അതെ, വാങ്ങണമെങ്കിലും വാങ്ങിക്കോ കേട്ടോ. ഈ ഷമ്മാസ് എന്ന് പറഞ്ഞ ആളെ ഒരുപാട് പാവങ്ങൾക്ക് ഒരു തണിയാണ്. അതായത് നമ്മളൊക്കെ എൻ്റെ ഫോണൊക്കെ പൊട്ടി പൊളിഞ്ഞാകെ ഞാൻ ചാർജാണെങ്കിൽ കുത്തിയാലും കയറൂല. അതങ്ങനെ സ്ലോ ആയി അങ്ങനെ ലോ ആയി ഇങ്ങനെ നിൽക്കും, ഓഫാവും. അങ്ങനെ ആയിട്ട് നമുക്കാണെങ്കിൽ ഈ ഒരു ഓട്ടോ ഓടിച്ചതുകൊണ്ട് നമുക്ക് നമ്മളെ കുടുംബജീവിതം കഴിയണം. ഫോണ് വാങ്ങുക എന്താ ചെയ്യുക എനിക്കറിയില്ല. മക്കളെ പഠനം എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് ഞാനതങ്ങനെ ഡിസ്പ്ലേ പൊട്ടിയ ഫോൺ റബ്ബറൊക്കെ ഇട്ട് അങ്ങനെ നടന്ന് എന്തായാലും ഈ ഷോപ്പ് തുടങ്ങിയപ്പോൾ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് തന്നെ എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് ഞാൻ ഈ ഫോണ് കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഡിസ്പ്ലേ മാറ്റിത്തരാം അങ്ങനെയൊക്കെയെന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് അദ്ദേഹം ആ ഫോണൊക്കെ ക്ലിയർ ആക്കി തന്നു. പക്ഷെ എന്നോട് 5 പൈസ വാങ്ങിയിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ ഉണ്ടാവുമ്പോൾ പിന്നെ തന്നാൽ മതി, ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ പലവട്ടം ഞാൻ കൊടുക്കാൻ വേണ്ടി നിന്നിട്ടും മൂപ്പരത് വാങ്ങിയിട്ടില്ല. കാരണം ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാൻ മൂപ്പര് ഉഷാറാണ്. ഈ ഷമ്മാസ് എന്ന് പറഞ്ഞ ആൾ അവിടെ ഷോപ്പിൽ നിൽക്കുന്ന ആളാണോ? ഹേയ് അല്ലല്ല, മൂപ്പര് വലിയ മൊബൈൽ ഷോപ്പിൻ്റെ മുതലാളിയാണ്. അത് മാത്രമല്ല മറ്റൊരു ഷോപ്പ് കുറച്ച് അപ്പുറത്തായിട്ട് അവിടെ ഓപ്പൺ ആകാൻ നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും ആ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഫോണ് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ അതൊന്നും ഉണ്ടാവില്ല. നമുക്ക് കണ്ടറിഞ്ഞവർ തരും. പിന്നെ ചെറിയ റിപ്പയറിങ്ങിനും കാര്യങ്ങൾക്കൊന്നും വാങ്ങൂല കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ഒക്കെ അനുസരിച്ച് നമ്മളെ സാമ്പത്തിക ശേഷിക്കും സാഹചര്യത്തിനൊക്കെ അനുസരിച്ചുള്ള രീതിയിൽ ആണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ടെൻഷനാവില്ല. അല്ല, നിങ്ങൾ മൊബൈൽ ഞാൻ വിചാരിച്ച് ഫോൺ വാങ്ങാനെങ്ങാനും പോവുകയാണോ? കാരണം ഒരുപാട് ആൾക്ക് പരിചയമുള്ളൊരു വ്യക്തി കൂടിയാണ് അയാളുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ. അല്ല, ഞാൻ ചെറിയൊരു വിവാഹക്കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മൂപ്പരെ കുറിച്ചൊന്ന് അന്വേഷിക്കാനും എന്താണ്
അവനക്കാണോ? പഠിച്ചോനെ, അവനൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ ആ പെൺകുട്ടി രക്ഷപ്പെടും. നല്ല ചെക്കനാണ്, നല്ല സോലിഹായൊരു മോനാണിത്. എന്തായാലും കൂടുതൽ പ്രായമായിട്ടൊന്നല്ല. ഓൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും ഓൻ്റെ ആ ദീനീബോധം അതങ്ങനെയാണ് കാക്ക. അതൊക്കെ കിട്ടിയ കഴിച്ചിലായി മക്കളെ. ഹയറാകാൻ തോരുന്നോളി. ആ അതാണ് ആ കാണുന്നത്, കണ്ട ഐഷാസ് മൊബൈൽസ്. അതിന് ഉമ്മാൻ്റെ പേരിട്ടതാണല്ലോ, ഐഷാസ് മൊബൈൽസ് വേൾഡ്. ഇവിടെ നിർത്തിയാൽ മതി, ഇവിടെ. അദ്ദേഹം പൈസ എടുത്ത് അയാൾക്ക് കൊടുത്തു. എളാപ്പ അതാ ചുറ്റുഭാഗത്ത് നോക്കുന്നു. കുഴപ്പമില്ലല്ലോ, മൊബൈൽ ഷോപ്പൊക്കെ വലിയ 2 നിലയിലുള്ള നല്ല സംഭവമാണല്ലോ സെറ്റപ്പ്. അപ്പോൾ മോള് പഠിക്കണ കോളേജ് അത് ആ ഭാഗത്തായിരിക്കും അല്ലേ? അത് ശരി. അപ്പം അങ്ങനെയായിരിക്കും കാണാൻ ചാൻസ് ഉണ്ടായത്. അത് അവിടെ തന്നെയുള്ള ഗേറ്റ്. എന്തായാലും ഷോപ്പിലേക്ക് ഇപ്പോൾ കടക്കണ്ട. തൊട്ടപ്പുറത്തുള്ള ആ ഒരു ഷോപ്പിലേക്കൊന്ന് പോയി നോക്കാം. എളാപ്പ അങ്ങോട്ട് ചെന്നു. അതെ, ഇവിടുത്തെ ഈ മൊബൈൽ ഷോപ്പിൻ്റെ മുതലാളിനാണോ ഈ ഷമ്മാസ്? ആ അതെ, മുതലാളിയാണ്. ഒരുപാട് സ്റ്റാഫുകളും ഉണ്ട്. എന്തേ? അല്ല, വെറുതെ ഒന്ന് ചോദിച്ചു എന്ന് മാത്രം. അല്ല, ആളെങ്ങനെ? ആളെക്കുറിച്ച് ഒന്നും പറയാനില്ല. നല്ല ഡീസൻ്റ് ആളാണ്, നല്ല ദീനീബോധമുള്ള നല്ല ചെക്കനുമാണ്. എന്തിയപ്പോൾ? അല്ല, ഒന്നുമില്ലേ, ഇങ്ങനൊരു ഷോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ. ഏകദേശം റഹീമിന് എല്ലാം ഉറപ്പായി. നല്ല ചെക്കനാണ്, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇനി ചെക്കനെ ഒന്ന് കാണണം. അതിനിപ്പോൾ എന്താ വഴി? നേരിട്ട് ഷോപ്പിലേക്ക് പോയി ചോദിക്കുന്നത് അത് ശരിയല്ല. എന്തായിരുന്നാല് അടുത്ത ദിവസം ഇക്കാക്കാനും കൂട്ടി നേരിട്ട് ഷോപ്പിലേക്ക് വരാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അന്വേഷണത്തിന് വേണ്ടി അവിടെയും ഇവിടെയും വന്നത് അങ്ങനെയൊക്കെ വിചാരിക്കും. തൽക്കാലം ഇപ്പം അങ്ങോട്ട് പോകാം. നല്ല സന്തോഷത്തോടു കൂടിയാണ് റഹീം നാട്ടിലേക്ക് തിരിച്ചത്. നേരെ ഇക്കാക്കയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി. റഹീമേ, ആ ഇക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും. എന്തായടാ ഈ പോയിട്ട്? ഇക്കാക്ക ഒന്നും പറയാനില്ല, നല്ല നമ്മളെ ഭാഗ്യമെന്ന് കൂട്ടിയാൽ മതി, വേറൊന്നും പറയാനില്ല. നല്ല ചെക്കനെ കണ്ടിട്ടോ? ചെക്കനെ കണ്ടിട്ടില്ല. അല്ല, നീ അന്വേഷിച്ച് നോക്കിയോ മോനെ? ഉപ്പ, നമ്മളെ നുസൈബ് മോൾ ആദ്യം കെട്ടിച്ച ആ ഭാഗത്ത് തന്നെയാണല്ലോ ഇത്. അതെ, ആ സ്ഥലം തന്നെയാണതേ. പക്ഷേ വീട്ടിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ നേരെ ഇവിടേക്ക് ഒരാളെ കണ്ട് ചോദിച്ചു. പിന്നെ അതുപോലെ പള്ളിയത്തെ ഉസ്താദിനോടും ചോദിച്ചു. പള്ളിയത്തെ ഉസ്താദിനോട് ചോദിച്ചാൽ പിന്നെ ഒരു കളവൊന്നും പറയൂലല്ലോ. ആ പള്ളിയുമായി ബന്ധമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെക്കുറിച്ച് അറിയാമല്ലോ. ഇത് ഷമ്മാസ് എന്ന് പേര് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഏകദേശം അതൊക്കെ മനസ്സിലായി. മൂപ്പര് പറഞ്ഞു നല്ല കുട്ടിയാണ്, എല്ലാം കൊണ്ടും നല്ല ചിട്ടുള്ള നല്ല ദീനസ്നേഹിയായ കുട്ടിയാണ്. അപ്പോൾ നിങ്ങളൊന്നും ഒരിക്കലും ഇതിനെ മടിക്കണ്ട. ആ കല്യാണം നിങ്ങൾക്ക് ഉണ്ടായി കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നല്ല മോനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടിട്ടുണ്ട്. പിന്നെ ഷോപ്പിൻ്റെ അടുത്ത് പോയി അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. മൂപ്പര് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്യുന്ന ആളാണ്, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ, അങ്ങനെയൊക്കെ അതും പറഞ്ഞു. അപ്പോൾ നമ്മളെ കുട്ടിൻ്റെ സെലക്ഷൻ തിരക്കിടില്ല കേട്ടോ. നുസൈബ, എളാപ്പ അവളെ വിളിക്കുന്നു. എന്തെളാപ്പ? അത് ഞാൻ പോയി കണ്ടുട്ടോ അവിടെയൊക്കെ. വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. ഞാൻ ഓൻ്റെ മൊബൈൽ ഷോപ്പിൻ്റെ അവിടെയും ഒക്കെ പോയി, പള്ളിയിലൊക്കെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കി. അപ്പോൾ ചെക്കന് കുഴപ്പമൊന്നുമില്ല. അതന്നെയല്ലേ, എനിക്കിപ്പോൾ പൂർണ്ണ സമ്മതമായിക്കണോ? അപ്പോൾ എല്ലാവരും പറയണത് കിട്ടിയാൽ നല്ല കാര്യമാണ്. അതൊന്നും നിങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഹയറാണ്, നല്ല ചെക്കനാണെന്നൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിക്കണില്ലേ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും കേട്ടോ. കാരണം ഇത് രണ്ടാമത്താണ്. ഒന്നാമത്തെ എന്തായാലും അങ്ങനെ ആയിപ്പോയി. രണ്ടാമത്തത് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ആപ്പാൻ്റെ കുട്ടിക്ക് പൂർണ്ണ സമ്മതമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടത്താം. ഇനി വൈകിക്കണ്ട, ഇനി ഓല് വന്നോട്ടെ. അത് വിവരം കൊടുക്കാം നമുക്ക്. ഓല് ആരാഴ്ച കാണാനുള്ളവരൊക്കെ വന്നോട്ടെ, വന്നിട്ട് കണ്ടിട്ട് നമ്മളെ വീടും സ്ഥലമൊക്കെ കണ്ടോട്ടെ. നമ്മളെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണമെങ്കിലും മതി. അതിലൊക്കെ കടുംപിടുത്തുള്ളവരാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാ വേറെ നോക്കുകയും ചെയ്യാം. ഓല് വന്നോട്ടല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് സമ്മതമല്ലേ. ഇനിയൊന്നും പറയരുത് കേട്ടോ. ആപ്പാൻ്റെ കുട്ടി നല്ല രീതിയിൽ പിടിച്ച് നിൽക്കണം കേട്ടോ. പഴയ പോലെ ഒന്നെന്നെ അങ്ങനെ ആയിപ്പോയി. ഇന്നത്തെ നമ്മളെ ജീവിതം നമ്മൾ നോക്കണം. ഇനി ഒരു തെറ്റല്ല എല്ലാവർക്കും പറ്റുള്ളൂ, ഇനി പറ്റരുത്. എൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും ഇനി എല്ലാം. പിന്നെ അതുമല്ല, കുറച്ചൊക്കെ നമുക്കൊരു ആത്മവിശ്വാസത്തോടു കൂടി നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ തലതിരിഞ്ഞ മാപ്പിളാരെ കണ്ടി ഒരു ലെവലാക്കി എടുക്കൽ നമ്മളെ കടമയും കൂടിയാണ്. അങ്ങനെ ഉണ്ട്.
മറ്റേത് നമ്മളോട് മിണ്ടണില്ല പറയണില്ല, വേറെ പെണ്ണുങ്ങളോട് വേറെ വഴിക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ നമ്മൾ കുറച്ചൊക്കെ ക്ഷമിച്ച് ഓരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. അത് നമ്മളെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഇത് ഓരോ ഇഷ്ടത്തിന് അങ്ങനെ നമ്മൾ വെറും വീട്ടിലത്തെ പണിയെടുത്ത് നടക്കലും ഇത് എല്ലാം കൂടി ആയാലും മാപ്പിളരെ ശ്രദ്ധിക്കാൻ കഴിയൂല. അതിപ്പോൾ ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും വേണം. അങ്ങനെ ആയാലാണ് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുക. എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ തിരുത്തി കൊടുക്കുക, അങ്ങനെയൊക്കെ നമ്മളും ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഉറപ്പിക്കല്ലേ? ഇക്കാക്ക ഇത്താത്ത വരി. എന്നാൽ പിന്നെ ഓളെ സമ്മതമുള്ള സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ആ വിളിച്ച ആളോട് ഞാൻ ആൾക്കാരോട് വരാൻ എന്നെ ഡേറ്റൊക്കെ പറഞ്ഞ് ഫിക്സ് ആക്കട്ടോ. എന്നാൽ പിന്നെ ഒരു കണ്ടുവന്ന് പോയില്ലേ നമുക്ക് പെട്ടെന്ന് നിശ്ചയോ നിക്കാഹാണ് കഴിച്ചിട്ട് സമാധാനമായില്ലേ. പിന്നെ ഓരോ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഏതായാലും കിട്ടിയത് നല്ലൊരു മുതൽ തന്നെയാണ്. പഠിച്ചത് നമുക്ക് കണ്ടറിഞ്ഞ് തന്നാണ്. ഏതായാലും അങ്ങനെ ആയിപ്പോയില്ലേ. രണ്ടാമത്തെങ്കിലും നമുക്ക് നല്ല രീതിയിലൊന്ന് ആയി കിട്ടാന്നൊരു സമാധാനമല്ലേ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഹയർ ആവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങിയാലോ? മോനെ ചായ കുടിച്ചിട്ട് പോവാം ഇത്താത്ത പറഞ്ഞു. വേണ്ട, ഇനിയിപ്പോൾ വേണ്ട, ഞാനിപ്പോൾ ആണ് പോട്ടെ ഉമ്മാൻ്റെ അടുത്തേക്ക്. ഉമ്മാക്ക് എന്നെ വൈകുന്നേരമായി കാണാൻ ഞാൻ പൊറുതേടാണ്. ഞാൻ പോയോക്കട്ടെ, ഞാൻ പിന്നെ എൻ്റെ ചായ കുടിക്കാം ഇൻഷാ അല്ലാ. ഇനിയിപ്പോൾ ചായയും ചോറും ബിരിയാണിയൊക്കെ തന്നെ അല്ലേ. ഇൻഷാ അല്ലാ അപ്പോൾ വരാൻ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. എന്നാൽ പിന്നെ ഓലോട് ഞാൻ വിവരം കൊടുക്കട്ടെ. നുസൈബയുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. നുസൈബ എന്തൊക്കെയോ ആലോചിക്കുന്നു. പടച്ച റബ്ബേ, ഇത് ഇത്രക്കും പെട്ടെന്ന് റെഡിയാവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ് ഇത്. അൽഹംദുലില്ലാ പഠിച്ചോനെ. ഇതിനൊക്കെ പ്രത്യേകമായിട്ട് നന്ദി പറയേണ്ടത് ഷിഫക്കാണ്. ഷിഫയാണ് ഇതിനു വേണ്ടി വല്ലാതെ അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്തത്. ഞങ്ങൾ തമ്മിൽ പിണങ്ങിയപ്പോഴും തെറ്റിയപ്പോഴും മിണ്ടാതിരുന്നപ്പോഴൊക്കെ അവളാണ് എല്ലാത്തിൻ്റെയും കാരണങ്ങളെല്ലാം കണ്ടുപിടിച്ച് എല്ലാം പുറത്താക്കിയതൊക്കെ. എന്നിട്ട് ഞങ്ങളെ വീണ്ടും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട്. പാവം, അവളെ ഒന്ന് വിളിച്ചു പറയട്ടെ. നുസൈബ അതാ ഷിഫയെ വിളിക്കുന്നു. ഹലോ ഷിഫ. ഹലോ നുസൈബ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആഹാ, അനിയത്തി കുട്ടിയാണോ ഫോൺ എടുത്തത്? ഇത്താത്ത എവിടെ കൊടുക്കൂ? ആരാ മോളെ? ഇത്താത്തൻ്റെ ഫ്രണ്ടാണ്. ഹലോ. ആ അത് ശരി, ഈയാണല്ലേ. എന്തടി സുഖല്ലേ? അറിഞ്ഞു. എടി ഷിഫ, എനിക്ക് അത് മാത്രല്ലടി, അവർ ആരൊക്കെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് പേടിയാണെടി, കയ്യും കലയെ കുഴയുന്ന പോലെ. എടി പെണ്ണേ, എന്തിനാ നീ പേടിക്കണേ? അതെ എടി, അവർ കാണാൻ വരുമ്പോഴും നീയും വരുമോ? എന്തിനാ പെണ്ണേ എനിക്ക് പേടി? ഓ പിന്നെ ഷമ്മാസ് അല്ലേ, നീ കാണാത്തതല്ലല്ലോ. ഷമ്മാസ് നമ്മളെ ചെക്കനല്ലടി, പിന്നെന്താ നിനക്ക് പേടി? അതല്ലടി, ഷമ്മാസിനെ അല്ല എനിക്ക്, അവർ കൂടെ വരുന്നവരൊക്കെ അല്ലടി. പിന്നെ ഷമ്മാസിനെ കാണുമ്പോഴും എനിക്ക് ചമ്മലാകുകയാണ്. എനിക്ക് എന്തൊക്കെയോ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇതൊന്നും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ റെഡിയാവുന്നൊന്നും. എടി പെണ്ണേ, പഠിച്ചോൻ വിധിച്ചിരിക്കണമെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. അത് ശരിയായിട്ടില്ലെങ്കിലോ അത് തട്ടിത്തിരിഞ്ഞ് പോവുകയും ചെയ്യും. ഇതിപ്പോൾ പഠിച്ചോ എനിക്ക് കരുതിയത് തന്നെയാണ്. സൈബ പെണ്ണേ, മണിയേറെ ഒരുക്കടി മണവാട്ടി. പോടി പെണ്ണേ ഇവിടുന്ന്. നീ എന്തെങ്ങനെയൊക്കെ എന്നെ കളിയാക്കല്ലേ കേട്ടോ. എടി എനിക്ക് തോന്നുന്നില്ല അവർ വീട്ടുകാരൊക്കെ വന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്നു. എന്താടി നിനക്ക് കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലടി, എൻ്റെ വീടും ഈ സ്ഥലമൊക്കെ കാണുമ്പോഴേ അവർക്ക് അറപ്പാവും. എന്തിനെ? അല്ലടി, ചെറിയ വീടുമാണ്. ഞങ്ങളെ മുറ്റും ഇതൊക്കെ കണ്ടാലൊക്കെ ആകെ ഒരു വഴിയും ശരിക്കില്ല. വീടിൻ്റെ അകക്കാകെ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെയൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാലെടി, എടി പെണ്ണെ, നിന്നെ സ്നേഹിച്ചത് ഷമ്മാസാണ്, നിന്നെ ഇഷ്ടപ്പെട്ടത്. നിന്നെ കെട്ടാനാണ് അവൻ വരുന്നത്, അല്ലാതെ നിൻ്റെ വീട് സ്വന്തമാക്കാനൊന്നല്ല. നീ ഇനി അവൻ്റെ വീട്ടിലല്ലേ, പിന്നെന്താ? അല്ലടി, എന്നാലും ആ വീട്ടുകാർക്ക് തോന്നല്ലോ ഞങ്ങളെ മോനെ ഇത്രയും ചെറിയ ചെറ്റക്കുടിയിൽ നിന്നാണോ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെയൊരു തോന്നലൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ എനിക്ക് ഒരു പേടി തോന്നുകയാണ്. എടി പെണ്ണെ, ഇനി അങ്ങനെ അവരൊക്കെ പറയുകയാണെങ്കിലും ഷമ്മാസ് നിന്നെ ആഗ്രഹിച്ചതാണ്, നിന്നെ മോഹിച്ചതാണ്. അവന് നിൻ്റെ വീട് കണ്ടിട്ട് പിണങ്ങി പോകുമൊന്നുമില്ല. എന്താ പെണ്ണുങ്ങി പറയണത്? പിന്നെ നല്ല രീതിയിൽ സംസാരിച്ചോണ്ട് കേട്ടോ. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴേ എല്ലാവരും എല്ലാം നോക്കാണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ വരുമ്പോൾ ഓരോ സ്വഭാവം നിനക്കറിയാലോ. കുറച്ചൊക്കെ പഴയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു അത്രേ. അതായത് പെണ്ണുങ്ങൾ ആണൊക്കെ ശരിക്കും പറ്റിപ്പോവും. ഷമ്മാസിന് പിന്നെ നിന്നെ ഒന്നും നോക്കാനില്ല. നിന്നെ നല്ലോണം ഇഷ്ടപ്പെട്ട് ഷമ്മാസ് പോകും, അതുറപ്പാണ്. പക്ഷെ വീട്ടുകാർ പലതും നോക്കും. അവരെ ഞാൻ പറഞ്ഞു തരാം,
നിന്നോട് നടക്കാൻ പറയും, നിന്നോട് ചായേൻ്റെ ഗ്ലാസ് എടുത്ത് കൊണ്ടുവരാൻ പറയും. അപ്പോൾ നീ അതിങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോഴൊക്കെ അവർ നോക്കണെന്താന്നോ, കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. അപ്പോൾ അതിൽ ചില ആളുകൾ കണ്ടുപിടിക്കും, കാലിന് ചെറിയൊരു കൊക്കിച്ചാടലുണ്ടോ, ഒന്ന് നോക്കി സൂക്ഷിച്ച് മറ്റാളോട് സ്വകാര്യം പറയും. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്നത് ശരിക്കും ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അവർ ചെറിയ രീതിയിലുള്ള തെറ്റുകൾ കണ്ടുപിടിക്കും. അങ്ങനെ ചിലവർ സംസാരിക്കാൻ പറയും. എന്താ പേര് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. പല്ല് നോക്കാനാണ്, പല്ല് എങ്ങനെയുണ്ട് നോക്കാൻ, പല്ല് പൊന്തിക്കണോ നോക്കാൻ, വിടവുണ്ടോ നോക്കാൻ, കമ്പിട്ടിക്കണോ നോക്കാൻ, അങ്ങനെയൊക്കെ പല്ല് നോക്കും. പിന്നെ കൈകാലുകൾ ഫുള്ള് എല്ലാം നോക്കും. മുഖം, ചുണ്ട്, പല്ല്, മൂക്ക് എല്ലാം നോക്കിയിട്ട് പിന്നെ ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ഇതാ തട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പിടിച്ച് നോക്കുക. അതെന്താ, മുടി നോക്കാൻ, മുടി എത്ര ഉണ്ട് നോക്കാൻ. അങ്ങനെ എല്ലാം ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. ചില ആൾക്കാർ പറയുമല്ലോ, ആണുങ്ങൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞവർ പോരും. പക്ഷേ പിന്നെ പെണ്ണുങ്ങൾ പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ, നാത്തൂമാരും മൂത്തച്ചിയാളും അമ്മായിമാരും ഒക്കെ പോകുന്ന സമയമാകുമ്പോഴാണ് പിന്നെ തെറ്റും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് വരിക. പിന്നെ പറയും, ആ കുട്ടിക്ക് നടത്തത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ആ കുട്ടിക്ക് സംസാരത്തിൽ എന്തോ ഒരു വിക്കുണ്ട്, ആ പെണ്ണ് തീരെ തടിയില്ല, ആ പെണ്ണ് തടി ഏറെയാണ്, ആ പെണ്ണിന് ഭയങ്കര ഹൈറ്റാണ്, നീണ്ട് വളഞ്ഞേക്കണ്. പിന്നെ പറയും ഹൈറ്റ് തന്നെയല്ല, ചെറുതാണ്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കൽ സ്ത്രീകളാണ്, പെണ്ണുങ്ങൾ കാണാൻ വരുമ്പോഴാണ്. അപ്പോഴേ നിന്നെക്കുറിച്ച് എനിക്കൊന്നും അഭിപ്രായം പറയല്ല. കാരണം നീ ഒരു ഒത്ത പെണ്ണാണ് നുസൈബ, സൗന്ദര്യവതി, ആവശ്യത്തിന് ഹൈറ്റ്, ആവശ്യത്തിന് വെയിറ്റ് എല്ലാം ഉള്ള നല്ല സുന്ദരിയായ പെണ്ണ്. പിന്നെ നിൻ്റെ മുടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, നീ ഒന്ന് പോടി. അതല്ലേ ഞാൻ പറഞ്ഞൊന്ന് മാത്രം. അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ നോക്കിയാലും നീ ടെൻഷൻ ആവരുത് എന്നാണ് പറയണത്. കൂളായി നിൽക്കണം, ടെൻഷൻ ആവുകയേ ചെയ്യരുത്. എന്തിനും ടെൻഷനാണ്. അങ്ങനെയുള്ള പെണ്ണുകാണലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ റിലാക്സായി കൂളായി നിൽക്കുക. എടി പറ്റുന്നുണ്ടെങ്കിൽ ഈ വാടി, എനിക്കൊരു ടെൻഷനേ ആകണ്. എന്തിനു പെണ്ണേ? അതേ ഞാൻ നോക്കട്ടെ, പറ്റുന്നുണ്ടെങ്കിൽ ഉമ്മാനോട് ചോദിച്ചിട്ട് പറ്റുന്നെങ്കിൽ വരാം കേട്ടോ, നിൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടേ. ഷിഫ നീ വാടി, ഇൻഷാ അല്ലാ നോക്കട്ടെ കേട്ടോ. എന്നാണെന്ന് പറഞ്ഞത്? മറ്റന്നാൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്നിനി ക്ലാസ്സിന് ഞാൻ നോക്കട്ടെ. ആയിക്കോട്ടെ, എല്ലാം പെട്ടെന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമ്മളെ ഒന്നും മറക്കരുത് കേട്ടോ. ഹേയ് അങ്ങനെയൊന്നുമില്ലടി, നീയല്ലേ എല്ലാത്തിനും മുൻപന്തിയിൽ ഇതിനു വേണ്ടി നിന്നത്. എനിക്കറിയില്ലായിരുന്നല്ലോ ഷമ്മാസിനെ, നീയല്ലേ എന്നെ പരിചയപ്പെടുത്തിയതൊക്കെ. നിന്നോടല്ലേ എല്ലാം ചോദിച്ചതും. ഒരാളോട് ഇഷ്ടമുണ്ടാകുമ്പോൾ മറ്റൊരാളോട് ചോദിക്കുന്നത് പതിവാണല്ലോ, അതിനിപ്പോൾ എന്താ, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്ന് കല്യാണം കഴിഞ്ഞ് നല്ല നവദമ്പതികളായി നടക്കുന്നതെന്ന് കണ്ടാൽ മതി, ഇണക്കുരുവികളായി. എന്നിട്ട് നമ്മൾ കോളേജിലേക്ക് വരണം കേട്ടോ. അപ്പോഴേക്കും എക്സാമും. എടി ഞാൻ നിക്കാഹായാലും കല്യാണമായാലും എക്സാം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ചയല്ലോ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ എന്താണോ നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടൂല. എക്സാമും അതിൻ്റെ ഇടയിൽ കല്യാണം എല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴേ. ഓക്കെ എന്നാൽ ശരി ടിടി, എന്നാൽ വെക്കട്ടെ എന്നാൽ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അന്നത് ഷിഫ ഉമ്മയോട് പറയുന്നു, ഉമ്മ നുസൈബയുടെ കല്യാണം ഏകദേശം സെറ്റായിട്ടോ. മോളെ നീ പറഞ്ഞ ആളാണോ? മാഷാ അല്ലാ, എന്നാലും കെട്ടിപ്പോയതാലേ അവൾക്ക്. എനിക്ക് പിന്നെ അങ്ങനത്തെ തൻ്റെ ഇടൊന്നുമില്ല ഉമ്മ, അത് തൻ്റെ ഇടം ഉണ്ടായിട്ടൊന്നുമല്ല. അവൾ പാവം പെണ്ണാണ്, അവൻ ചോദിച്ചല്ലേ, അവന് നല്ല ചെക്കനാണ്, എല്ലാം കൊണ്ട് നല്ലതാണ്. അപ്പോൾ ഉമ്മ മറ്റന്നാൾ പെണ്ണുങ്ങൾ കാണാൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഉമ്മ ഞാനും പോട്ടെ? മോളെ ഈ ഒറ്റയ്ക്ക് അതുമ്മ ഞാൻ പോകുന്നതല്ലേ, സ്കൂളിനടുത്തൊരു ബസ് കയറിയാൽ മതി, അവിടെ എത്തും. അല്ലെങ്കിൽ വേണമെങ്കിൽ കാക്കാനോട് ചോദിച്ചു നോക്കട്ടെ, കാക്കാനെ കൂട്ടി പോവാൻ. മോളെ നോക്കട്ടെ, പറ്റുന്നില്ലേ ശ്രദ്ധിച്ച് പോകണട്ടോ, എനിക്ക് പേടിയാണ്. പേടിക്കണ്ട ഉമ്മ, നിങ്ങൾക്ക് എന്താ പേടി, പാവല്ലേ, ഓളിനെ വിളിച്ചിട്ടാണ്. എന്നാൽ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോട്ടെ? എന്തായാലും അവർ വരുമ്പോഴും 3 മണി 4 മണിയൊക്കെ ആവുമല്ലോ. മോളെ വൈകാതെ തിരിച്ചെത്തണം കേട്ടോ. ഓക്കെ. ഷിഫക്ക് നല്ല സന്തോഷമായി. ഒന്ന് കാണാലോ അവളുടെ ഷമ്മാസിനെയും ഫാമിലിയെയൊക്കെ. അന്നതാ എളാപ്പ ആ ഉസ്താദിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്, കാണാൻ വരുന്നവരൊക്കെ വന്നോട്ടെ മറ്റന്നാൾ എന്നുള്ള വിവരം. അത് ഷമ്മാസിനെ അറിയിച്ചു. ഷമ്മാസിന് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ ഹിജാബി, നീ എൻ്റെ അടുക്കലെത്താൻ ഇനി എത്ര ദിവസം ഞാൻ കാത്തിരിക്കണം? മറ്റന്നാളെ കാണാൻ പോവാണല്ലോ. ഷമ്മാസ് അതാ ഉമ്മയോട് പറയുന്നു, ഉമ്മ. എന്താ മോനെ? അത്
ഉമ്മ നമുക്ക് നല്ല മറ്റന്നാൾ അങ്ങോട്ട് പോയാലോ, അവർ മറ്റന്നാൾ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. മോനെ അതിനിപ്പോൾ ഫസീൽ ഇവിടെ ഇല്ലല്ലോ, അവളാണെങ്കിൽ അവിടെയും. ഉമ്മ ഫസീലത്തെ വിളിച്ചു നോക്ക്, പിന്നെ സാജിത്തെ വിളിച്ചു നോക്ക്. പിന്നെ ആ ഇത്താത്ത വരുമോ എന്താന്നാവല്ലേ, അറിയില്ലടാ. അത് ഈ ഒന്ന് പറഞ്ഞു നോക്ക് ഫൈസലിനോട്. അങ്ങനെ പെണ്ണ് കാണാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം ഫൈസലിനോട് ഇങ്ങനെ നേരിട്ടെന്ന് പറഞ്ഞോ. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അതാ ഷമ്മാസ് ഇക്കാക്കയെ കാത്തിരിക്കുന്നു. ഫൈസൽ വന്ന പാടെ ഫൈസലിനോട് ഷമ്മാസ് പറഞ്ഞു, ഫൈസൽക്ക അത് ഒരു പെണ്ണ് കാണാൻ പോകാനുണ്ടായിരുന്നു. പെണ്ണോ? ആർക്ക്? എനിക്ക് തന്നെ. ഹോ, കാണാൻ പോയിക്കോ, അതിനിപ്പോൾ എന്താ. അല്ല നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. എന്തിന്? നിനക്കല്ലേ പെണ്ണ്, അതിനെന്തിനാ ഞാൻ കാണാൻ പോണ്? എന്നാൽ പിന്നെ ഷാനിത്തെ ആരും കൊണ്ടുപോകണ്ട, ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി. എന്താ ഒറ്റയ്ക്ക് പോയ പെണ്ണ് കിട്ടൂലേ? ഫൈസൽ ദേഷ്യത്തോടെയാണ് അവനോടത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഷമ്മാസിന് വിഷമായി. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇക്കാക്ക ഒന്നും പറഞ്ഞില്ല, എതിർത്ത് പറഞ്ഞു, ഒറ്റയ്ക്ക് പോയാൽ മതി അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. മോനെ അത് സാരല്ല, ഓൻ്റെ സ്വഭാവം അങ്ങനല്ലേ. ഓൻ്റെ കാര്യത്തിനൊക്കെ ഞങ്ങളെല്ലാവരും നല്ല കട്ട സപ്പോർട്ടായി നിന്നിരുന്നു ആദ്യത്തേതിന്. ഇപ്പോഴത്തതല്ലേ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഓൻ്റെ സ്വഭാവം കൊണ്ട്. അത് സാരല്ല മോനെ, സാജിനെ ഒന്ന് വിളിച്ചു പറയാം. സാജിക്കഥ ഫോൺ ചെയ്യുന്നു. സാജിയെ, ഹലോ മോൻ. എടി മോൻ്റെ കല്യാണം ഒന്ന് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. മറ്റന്നാളെ നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും ചെല്ലാന്ന് പറഞ്ഞിരിക്കണേ, ഈ വരൂലേ? ആ മക്കളെ സ്കൂൾ പറഞ്ഞയച്ചിട്ട് വരാൻ നോക്കാം. ഏതാ ഓൻ പറഞ്ഞച്ച പെണ്ണെന്നെ? ഓൻ കണ്ട പെണ്ണാ അതോ വേറെ ഏതെങ്കിലോ? ഏതാ? നമുക്ക് പോയോക്കാം, നമുക്ക് പറ്റുമോ നോക്കുക. ഈ വാട്ടോ. ആയിക്കോട്ടെ. ഷാനിത്തെ വിളിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അത് ഫൈസൽ സമ്മതിക്കില്ല. മോനെ ആരും വേണ്ട, ഞാനും മതി, എൻ്റെ പെങ്ങളും മതി, ഈയും മതി, പോരെ? ഇനി നവാസിനോടൊന്ന് പറയാം. നവാസ് എത്തിയിട്ടില്ല, നവാസ് വന്നിട്ടേ പറയാം. ഓനായിട്ട് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. പിന്നെ അതുമല്ല ഫസീല വരികയാണെങ്കിൽ വന്നോട്ടെ, നമുക്ക് വിളിക്കൽ നമ്മളെ കടമ, വരല്ലോ ഓല കടമ. ഉമ്മ അതാ ഫസീലയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫസീല. ആ ഉമ്മ. എന്തേ പോരാനായില്ല എനിക്ക്? അതിന് ഇന്നെ നവാസ്ക്ക് വിളിച്ചിട്ടില്ലല്ലോ. നവാസ്ക്ക് വിളിച്ചിട്ടുമില്ല, ഇതുവരെ വിളിച്ചിട്ടുമില്ല, കൊണ്ടാൻ വന്നിട്ടുമില്ല. പിന്നെ ഇപ്പം ഞാനെങ്ങനെ വരിക? പൊന്നു മോളെ, ഇജ്ജ് ഇവിടുന്ന് പോയത് ഒറ്റക്കാണ് പോയതല്ലേ, അതേപോലെ ഒന്ന് പോന്നോ. നവാസ് വിളിക്കാനൊന്നും കാത്തിക്കണ്ട. ആ അത്രക്കും ഉളുപ്പില്ലാത്ത സ്വഭാവമൊന്നും എനിക്കില്ല. ആ എന്നാൽ നിങ്ങളെ വാശിയൊക്കെ എപ്പോഴാണ് തീരുന്നത് അപ്പോൾ വരിട്ടാ. പിന്നെ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. മറ്റന്നാളെ നമ്മളെ ഷാമോൻക്ക് പെണ്ണ് കാണാൻ പോകണ്ട്. ഈ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ട് പോരെ, നമുക്ക് മറ്റന്നാൾ ഇവിടെ നിന്ന് പോകാം. ഹോ, പെണ്ണ് കാണാൻ പോലും തുടങ്ങിയോ? ഞാനല്ല എന്തായാലും. നിങ്ങളെ മോനക്കിന്നെ പറ്റണമില്ലല്ലോ ഇപ്പോൾ. പിന്നെ ഞാനങ്ങനെ വിളിച്ചങ്ങോട്ട് കയറി വരുന്നില്ല, നിങ്ങളങ്ങോട്ട് പോയിക്കോളി പെണ്ണ് കാണാൻ. ഫസീൽ അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. മോനെ അവളും വരൂല ഉമ്മ, നമ്മൾ മതി, അത് തന്നെ ധാരാളം. നമ്മളെ കൂടെ പഠിച്ചുണ്ടാകും ആരുമില്ലെങ്കിലും. ഷമ്മാസിന് നിരാശയുണ്ടായിരുന്നു. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരാമെന്നാണ് ഷമ്മാസ് കരുതിയത്. പക്ഷേ ആർക്കും വലിയൊരു താല്പര്യമില്ല ഷമ്മാസിൻ്റെ പെണ്ണാലോചനയുമായി ബന്ധപ്പെട്ട്. ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ഉണ്ടല്ലോ എനിക്ക് എല്ലാ കാര്യത്തിനും, ഈ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പിന്നെ വിളിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എൻ്റെ അനിയത്തിമാർ ഓലൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഓലോട് ഒരാളായിട്ട് പറഞ്ഞാലും മറ്റൊരാളോട് പറയാഞ്ഞാലും അതും ഒരു തന്നെയാണ്. ഒക്കെ ഇനി ഇൻഷാ അല്ലാ നമുക്ക് നിക്കാഹിനും നിശ്ചയത്തിനും കല്യാണത്തിനൊക്കെ കൂടാലോ. ഇപ്പോൾ ഒന്ന് കണ്ടുവരില്ലേ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടു വന്നതിൻ്റെ ശേഷം ഉറപ്പിച്ചിട്ട് ഇൻഷാ അല്ലാ നമുക്കെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ആക്കാം, പോരെ? ആയിക്കോട്ടമ്മ, അതൊന്നും സാരമില്ല. ഇൻഷാ അല്ലാ പഠിച്ചവനല്ലേ വലുത്, നമ്മളുടെ കൂടെ അവനുണ്ടാകും. ആ രാത്രി ഷമ്മാസ് നല്ല സന്തോഷത്തോടു കൂടിയാണ് ഉറങ്ങുവാൻ വേണ്ടി പോയത്. അതെ, മറ്റന്നാൾ എൻ്റെ പെണ്ണിനെ കാണാൻ എൻ്റെ ഉമ്മയും എൻ്റെ പെങ്ങളൊക്കെ പോവുകയാണ്. കൂടെ ഞാനും. അവളെ ശരിക്കൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു നോട്ടം കണ്ടു, പക്ഷേ വീണ്ടും കാണാൻ കൊതി തോന്നിയിരുന്നു. പക്ഷേ ഒരിക്കലും അങ്ങനെ കാണുന്നത് ഹലാലല്ലല്ലോ. നിക്കാഹ് കഴിച്ചാൽ ഇഷ്ടം പോലെ കാണാലോ അവളുടെ മുഖം. നുസൈബയുടെ ഓർമ്മയിൽ അതാ ഷമ്മാസ് കിടക്കുന്നു. സുബഹിന്റെ പുലരൊളി നീളെ സുവർഗം നീ കാട്ടുമ്പോൾ കരിമിഴിയിൽ സുറുമ വരയ്ക്കാൻ അരികിൽ നീ എത്തുമ്പോൾ വിറവിറയ്ക്കും